ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എന്നത്തെയും പോലെ തന്നെ ഇന്നൊരു ന്യൂ SCRT സീരീസിലെ മറ്റൊരു ക്ലാസ്സുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. തിങ്കൾ മുതൽ ശനി വരെ നമ്മൾ ന്യൂ SCRT ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. സൺഡേസിൽ നമ്മൾ കറണ്ട് അഫയേഴ്സുമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അത് മാത്രമല്ല, മറ്റ് ക്ലാസ്സസ് ഹോട്ട് ടോപ്പിക്സിന്റെയും മറ്റ് ക്ലാസ്സസിന്റെയും അതുപോലെ ക്ലാസ്സസ് ഇല്ലാത്ത ദിവസത്തെ കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ടെലിഗ്രാം ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതുമാണ്. നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ ടെലിഗ്രാം ചാനലിൽ എത്രയും വേഗം ജോയിൻ ചെയ്യാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ്സസ് ആണ്, ഏതൊക്കെ ടൈമിലാണ് എന്നുള്ളത് അറിയാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങളെ പഠനം ക്രമീകരിക്കാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഒരു അധ്യായത്തിന്റെ 10th സ്റ്റാൻഡേർഡിലെ ഒരു അധ്യായത്തിന്റെ ഒരു പോർഷൻ ആയിരുന്നു. നമ്മൾ ഇന്ന് അതിന്റെ ബാക്കി നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നും നമ്മൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നില്ല, ഒരു പാർട്ടോടെ ഉണ്ടാവും. പാർട്ട് കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇതുവരെ പാർട്ടായിട്ട് വന്നിട്ടുള്ള എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ക്ലാസ്സസും കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് പോകുന്നത്. സ്റ്റാൻഡേർഡ് 10th സാമൂഹ്യ ശാസ്ത്രം മണ്ണിൽ വരുന്ന ഭാഗം 2 ഒരു അധ്യായമാണ്. നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സസ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക്, ടെലിഗ്രാം ചാനലിൽ ഫോളോ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കണ്ട ശേഷം മാത്രം സെക്കൻഡ് പാർട്ടിലേക്ക് വരിക കേട്ടോ. എന്നാലും ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി, നിങ്ങൾക്ക് അതിന്റെ ഒരു ക്ലാരിറ്റി മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് എന്താ പറയുന്നത് എന്നുള്ള ക്ലാരിറ്റി കിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ ഏതാണ്? ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്നതാണ് ഈ ഒരു അധ്യായം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യത്തെ ഭാഗം കണ്ട ശേഷം മാത്രം ബാക്കി വരിക. നമ്മളിപ്പോ ഇവിടെ ബാക്കി എന്താണ് കഴിഞ്ഞ ദിവസം പഠിച്ചു നിർത്തിയത് അവിടെ നിന്ന് തുടങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, അതിനുശേഷം നിലവിൽ വന്ന ആദ്യ ഗവൺമെന്റ് മുതൽ ഇപ്പോൾ നിലവിലുള്ള ഗവൺമെന്റുകളുടെയും അധികാരത്തിൽ വന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും കാലഗണനയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമായിരുന്നു അടിയന്തരാവസ്ഥ എന്നുള്ളത്. അവിടെ വരെയാണ് നമ്മൾ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇനി നമ്മുടെ ഇന്ത്യയിലെ ശക്തിപ്പെട്ടു വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് ജനകീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കാം. നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്, അതായത് 1970 ശേഷം ദളിതർ, സ്ത്രീകൾ, കർഷകർ തുടങ്ങിയ സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രശ്നങ്ങളെയും ആവശ്യങ്ങളെയും ഒക്കെ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന ബോധം ശക്തമായി ഉണ്ടാവുകയും ഇത്തരത്തിലുള്ള വിവിധ ജനവിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിനും അധികാരത്തിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിനുമായി നിരവധി പ്രസ്ഥാനങ്ങൾ രൂപം കൊള്ളുകയുണ്ടായി. നമ്മളിപ്പോ പറഞ്ഞ ഈ ഒരു വിഭാഗം, ജനവിഭാഗം, ഒരു പ്രത്യേക ജനവിഭാഗക്കാർ അവരുടെ ആവശ്യങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്നില്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞതുമായി ബന്ധപ്പെട്ട് അവരുടേതായ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലെ ചില പ്രസ്ഥാനങ്ങളെയാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഒന്നാമത് പിന്നാക്ക വിഭാഗ പ്രസ്ഥാനങ്ങളും മണ്ഡൽ കമ്മീഷനും എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം അപ്പോ എന്താണ് പിന്നോക്ക വിഭാഗം? പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തതും എന്നാൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്നതുമായിട്ടുള്ള ജനവിഭാഗമാണ് ഇതര പിന്നാക്ക വിഭാഗങ്ങൾ അഥവാ അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് അറിയപ്പെടുന്നത്. ഒരു ഡെഫിനിഷൻ പോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗമാണ്. അതുപോലെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗമാണ് ഇതര പിന്നാക്ക വിഭാഗങ്ങൾ, അതർ ബാക്ക്വേർഡ് ക്ലാസസ് എന്ന് അറിയപ്പെടുന്നു. ഈ ഒരു ജനവിഭാഗത്തിന് മുഖ്യധാരയിൽ പ്രാധാന്യം അവർ അർഹിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ വിഭാഗങ്ങളുടെ സർക്കാർ ഉദ്യോഗങ്ങളിലെ പ്രാതിനിധ്യത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി നിരവധി പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉയർന്നു വരികയുണ്ടായി. അതിനായി നിയമിതമായിട്ടുള്ള ഒരു കമ്മീഷനായിരുന്നു കാക്ക കലേൽക്കർ കമ്മീഷൻ. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നാക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങളെ കുറിച്ച് പഠിക്കാനും പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നാക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങളെ കുറിച്ച് പഠിക്കാനും പരിഹാര നിർദ്ദേശത്തിനുമായിട്ടാണ് 1953 കേന്ദ്ര സർക്കാർ ഈ ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. ഇത് കാക്ക കലേൽക്കർ കമ്മീഷൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങളെ കുറിച്ച് പഠിക്കാനും അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും വേണ്ടിയിട്ടാണ്
1953 കേന്ദ്ര സർക്കാർ കാക്ക കേൽക്കർ കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ചോദ്യമായിട്ട് വന്നേക്കാം. ഈ ഒരു കമ്മീഷൻ കുറച്ചധികം കമ്മീഷൻസ് ABCD എന്ന രീതിയിൽ തന്നിട്ട് ഏതുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിക്കാൻ ഇങ്ങനെ പട്ടിക A, പട്ടിക B എന്ന രീതിയിൽ തരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തരുവാണെങ്കിൽ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ കാക്ക കേൽക്കർ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? പിന്നാക്ക വിഭാഗങ്ങളുടെ സാമൂഹിക പിന്നാക്കാവസ്ഥയ്ക്കുള്ള കാരണങ്ങളെ കുറിച്ച് പഠിക്കാനും പരിഹാരത്തിനും വേണ്ടിയിട്ടാണ്. ഏത് വർഷം? 1953 ഈ ഒരു കമ്മീഷനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന മറ്റു കമ്മീഷനുമുണ്ട് ഈ ഒരു വിഭാഗത്തിൽ. അതായത് കാക്ക കേൽക്കർ കമ്മീഷൻ കുറച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു, പക്ഷെ അവ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എങ്കിലും ഈ ഒരു കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, കമ്മീഷൻ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുവെങ്കിലും അവ നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം, നമ്മൾ നേരത്തെ അടിയന്തരാവസ്ഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇതാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ നേരത്തെ ഭാഗം പഠിച്ചെങ്കിൽ മാത്രമേ അവിടെ കണക്ടിവിറ്റി കിട്ടുള്ളൂ. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പഠിക്കുന്ന ഫീല് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യത്തെ പോർഷൻ കംപ്ലീറ്റ് ആക്കണം. ഇത് നിങ്ങൾക്ക് ഒരു ഡ്യൂറേഷൻ കൂടി ഒരു ക്ലാസ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്നുള്ള ഒരു രീതിയിലാട്ടോ നമ്മൾ പാർട്ടായിട്ട് പോകുന്നത്. ഒരു ദിവസം തന്നെ ഒത്തിരി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പഠിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. അങ്ങനെ ചെയ്യരുത്. ആ ഒരു പ്രോസസ്സ് നമ്മൾ എൻജോയ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ പഠിക്കുന്ന പ്രോസസ്സ്, നമ്മളൊരു ജോലിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു കഷ്ടപ്പാടിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യാം. അത് എൻജോയ് ചെയ്താൽ നമുക്ക് ആ കിട്ടുന്ന ജോലിയിലും ആ ഒരു മധുരം ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വലിയ ഭാരം തോന്നാതെ ഇത് പഠിക്കണമല്ലോ എന്ന് കരുതാതെ ഓക്കെ ഇതൂടെ പഠിക്കാം എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങൾക്ക് വരണം. ആ ഒരു മെന്റാലിറ്റി മാറ്റിയെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡ്യൂറേഷൻ കുറച്ച് മാക്സിമം സപ്പോർട്ടീവായിട്ട് ചെയ്യുന്നത്, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിലവിൽ വന്ന ജനതാ ഗവൺമെന്റ് നിലവിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിലവിൽ വന്ന ജനതാ ഗവൺമെന്റ് OBC വിഭാഗങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായിട്ട് പിന്നീട് 1979 BP മണ്ഡൽ അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മീഷനെ നിയമിച്ചു. ഇത് രണ്ടാം പിന്നാക്ക കമ്മീഷൻ, സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്ന് അറിയപ്പെട്ടു. അല്ലെങ്കിൽ എന്ത് പേരിൽ അറിയപ്പെട്ടു? മണ്ഡൽ കമ്മീഷൻ എന്ന് അറിയപ്പെട്ടു. 1979 BP മണ്ഡൽ അധ്യക്ഷനായിട്ടുള്ള മണ്ഡൽ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? OBC അതർ ബാക്ക്വേർഡ് ക്ലാസിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പിന്നാക്കാവസ്ഥയെ കുറിച്ച് പഠിച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നതിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കമ്മീഷനാണ്. 1979 BP മണ്ഡൽ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷനാണ്. BP മണ്ഡൽ അധ്യക്ഷനായിട്ടുള്ള കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷൻ അഥവാ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ, സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്ന് അറിയപ്പെട്ടു. അപ്പൊ ഈ രണ്ട് കമ്മീഷനും അറിഞ്ഞിരിക്കണം. കാക്ക കലേൽക്കർ കമ്മീഷൻ, അതുപോലെ മണ്ഡൽ കമ്മീഷൻ. ഓക്കെ, അപ്പൊ ഇദ്ദേഹമാണ് BP മണ്ഡൽ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ BP മണ്ഡൽ ആരാണ്? ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ബീഹാറിൽ നിന്നുള്ള സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. BP മണ്ഡൽ. കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാം പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു. കൂടാതെ ഇദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. ഏത് വർഷം? 1967 മുതൽ 70 വരെ, 1977 മുതൽ 79 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇദ്ദേഹം പാർലമെന്റ് അംഗമായിരുന്നു. 1968 1.5 മാസത്തോളം ബീഹാർ മുഖ്യമന്ത്രിയായും അദ്ദേഹം ചുമതല വഹിച്ചിട്ടുണ്ട്. 1977 ജനതാ പാർട്ടി അംഗത്വം സ്വീകരിക്കുകയും ചെയ്തു. ഇദ്ദേഹമാണ് BP മണ്ഡൽ. സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പിന്നാക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണം നിർദ്ദേശിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് 1980 ഇവരെ നിയമിച്ചത് 1979 1980 കമ്മീഷൻ ഈ ഒരു നിർദ്ദേശം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി 1990 ഈ റിപ്പോർട്ട് നടപ്പിലാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി 1990 ഈ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനായിട്ട് തീരുമാനിച്ചു. മണ്ഡൽ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരമുള്ള തീരുമാനങ്ങൾ 1990 VP സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ മുന്നണി നടപ്പിലാക്കുന്നതിനായി തീരുമാനിക്കുകയും ഈ തീരുമാനം
ഈ ഒരു തീരുമാനം പക്ഷേ ഉത്തരേന്ത്യയിലെ പല നഗരങ്ങളിലും പ്രക്ഷോഭങ്ങൾക്കും അക്രമാസക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കും കാരണമാവുകയും ചെയ്തു. എന്നാൽ ഇത്രയേറെ പ്രശ്നങ്ങളൊക്കെ നിലനിന്നിരുന്നു എങ്കിൽ കൂടിയും പിൽക്കാലത്ത് സുപ്രീം കോടതി ഈ ഒരു റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് അനുമതി നൽകി. ഇന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും OBC സംവരണത്തെ അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനസംഖ്യയുടെ പകുതിയോളം വരുന്ന പിന്നാക്ക വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിച്ചു എന്ന നിലയിൽ ഈ ഒരു കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ഡൽ കമ്മീഷന്റെ രൂപീകരണം മുതൽ റിപ്പോർട്ട് നടപ്പിലാക്കുന്നത് വരെയുള്ള ഈ കാലഘട്ടത്തിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രാമുഖ്യമുള്ള നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രസ്ഥാനങ്ങളുമൊക്കെ ഉയർന്നു വന്നു. ജനതാദളും ജനതാദളിൽ നിന്നും രൂപപ്പെട്ട മറ്റു പാർട്ടികളുമൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയാവുന്നവയാണ്. ഇനി ദളിത് പ്രസ്ഥാനങ്ങളാണ്, ദളിത് മൂവ്മെന്റ്സ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ദളിത് വിഭാഗങ്ങൾ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയാണ് എന്നും അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് എന്നുമുള്ള വികാരത്തിൽ നിന്നുമാണ് ഈ ഒരു പ്രസ്ഥാനം, ദളിത് പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ ദളിത് വിഭാഗത്തിന് വിദ്യാഭ്യാസം, തൊഴിൽ പോലെയുള്ള മേഖലകളിൽ ഭരണഘടന ദളിത് വിഭാഗത്തിന് സംവരണം ഉറപ്പാക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും അവർക്ക് സാമൂഹിക പ്രാധാന്യമുള്ള മേഖലകളിലും മുഖ്യധാര രാഷ്ട്രീയത്തിലും ഭരണതലത്തിലും അർഹമായിട്ടുള്ള സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ അവർക്ക് അർഹമായിട്ടുള്ള സ്ഥാനം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിന്നിരുന്നു. ദളിത് ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ വലുതായിരുന്നു. അതായത് വിദ്യാഭ്യാസം, തൊഴിൽ എന്നീ മേഖലകളിലൊക്കെ പിന്നാക്ക അവസ്ഥയായിരുന്നു. സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വങ്ങൾ നിലനിന്നിരുന്നു. ഭൂമി, സ്വന്തമായി ഒരു ഭൂമി ഇല്ലാത്ത ഒരു അവസ്ഥ, ഇതെല്ലാം തന്നെ ദളിത് ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ആശയങ്ങളാൽ പ്രചോദിതരായ ദളിത് വിഭാഗങ്ങൾ സംഘടിക്കുകയും പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു. ഇത്തരം പ്രസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം. ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം 1972 മഹാരാഷ്ട്രയിലാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. നഗരമേഖലയിലെ അഭ്യസ്ത വിദ്യരായ ദളിത് ചെറുപ്പക്കാരായിരുന്നു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടർ BR അംബേദ്കറുടെ ആശയങ്ങളാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് സ്വാധീനം നൽകിയിട്ടുള്ളത്. പിന്നാക്ക വിഭാഗങ്ങൾക്ക് സാമൂഹിക നീതി, തുല്യത, ജാതി ഉന്മൂലനം തുടങ്ങിയ അംബേദ്കറുടെ ആശയങ്ങളാണ് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനത്തെ സ്വാധീനിച്ചത്. ജാതി വിവേചനങ്ങൾക്കെതിരെ അക്രമോത്സുകമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ, പോലീസിന്റെ അന്യായമായ നടപടികൾക്കെതിരെ വലിയ ജനപങ്കാളിത്തത്തോടെയുള്ള പ്രക്ഷോഭങ്ങൾ, സാഹിത്യ സാംസ്കാരിക പരിപാടികൾ, മറ്റ് സാമൂഹിക നീതി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ ഇവർ സംഘടിപ്പിച്ചു. ഇതുകൂടാതെ തൊട്ടുകൂടാത്തവരായി കരുതി മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതം, സാഹിത്യം, സിനിമ, നാടകം തുടങ്ങിയവയിൽ പ്രമേയമാക്കുന്നതിനും ദളിതർക്കെതിരായ ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കുന്നതിനും ഈ ഒരു പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ദളിത് പാന്തേഴ്സ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിസ്റ്റ് എംപ്ലോയീസ് ഫെഡറേഷൻ. ദളിത് വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായിട്ട് രൂപീകരിക്കപ്പെട്ട മറ്റൊരു പ്രസ്ഥാനം. 1978 ഒരു പ്രസ്ഥാനം രൂപീകരിക്കപ്പെടുന്നു. പേര് ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. ഇത് കേവലം ഒരു ഉദ്യോഗസ്ഥരുടെ താല്പര്യ സംരക്ഷണാർത്ഥം മാത്രം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഘടനയായിരുന്നില്ല. മറിച്ച് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ എന്നിവരെയും ഉൾച്ചേർത്തുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെയും ഒക്കെ ചേർത്തുകൊണ്ടുള്ള രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിനായിട്ടും ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു സംഘടന പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രാധാന്യം. ഈ സംഘടനയിൽ നിന്നാണ് ദളിത് ശോഷിത് സമാജ് സംഘർഷ സമിതിയും കൻഷിറാമിന്റെ നേതൃത്വത്തിൽ
ബഹുജൻ സമാജ് പാർട്ടിയും രൂപം കൊണ്ടിട്ടുള്ളത്. നമ്മൾ ഈ പറഞ്ഞ ബാക്ക്വേർഡ് ആൻഡ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എംപ്ലോയീസ് ഫെഡറേഷൻ. എംപ്ലോയീസ് ഫെഡറേഷൻ എന്ന് കേൾക്കുമ്പോൾ ഇതൊരു വെറും ഉദ്യോഗസ്ഥരുടെ താല്പര്യ സംരക്ഷണാർത്ഥമുള്ള ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു ഫെഡറേഷൻ, ഒരു സംഘടനയൊന്നുമല്ല. എല്ലാ വിഭാഗം, ന്യൂനപക്ഷ വിഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം അധിസ്ഥിതരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സംരക്ഷണം ആവശ്യമായിരുന്ന, മുഖ്യധാരയിലേക്ക് ഉയർത്തപ്പെടേണ്ടിയിരുന്ന വിഭാഗങ്ങളെ ഉൾച്ചേർത്തിക്കൊണ്ട് പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾ, മറ്റു പിന്നോക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ എന്നിവരെയെല്ലാം ഉൾച്ചേർത്തുകൊണ്ടുള്ള സംഘടനയാണ്. ഇവർക്കായി രാഷ്ട്രീയ അധികാരം ലഭിക്കുന്നതിനായിട്ട് ഈ ഒരു സംഘടന നിലകൊണ്ടു. ഈ ഒരു സംഘടനയിൽ നിന്നാണ് ദളിത് ശോഷിത് സമാജാർ എന്ന സംഘർഷ സമിതിയും കൻശിറാമിന്റെ നേതൃത്വത്തിലുള്ള ബഹുജൻ സമാജ് പാർട്ടി. ബഹുജൻ സമാജ് പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു? കൻശിറാമാണ്. കൻശിറാം ഈ ഒരു പാർട്ടിയും രൂപം കൊണ്ടിട്ടുള്ളത്. ഈ BSP ബഹുജൻ സമാജ് പാർട്ടി ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ ദളിതരുടെ പിന്തുണയോടെ രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞ ഒരു പാർട്ടിയാണ് ഇത് BSP എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ദളിതരുടെ പിന്തുണയോടെ രാഷ്ട്രീയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ച ഒരു പാർട്ടിയാണ് ഇത്. ഇനി സ്ത്രീ മുന്നേറ്റങ്ങളാണ്. സ്ത്രീ മുന്നേറ്റങ്ങൾ, സ്ത്രീകളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനായിട്ട് പ്രധാനപ്പെട്ട ചില സ്ത്രീ മുന്നേറ്റങ്ങളും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ലിംഗസമത്വം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം, തൊഴിൽ, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ ആനുപാതിക പ്രാതിനിധ്യം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾ. സ്ത്രീ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, അതായത് ഗാർഹിക പീഡനം, അവകാശ നിഷേധം, അടിച്ചമർത്തലുകൾ, ലൈംഗിക അതിക്രമം, പുരുഷ മേധാവിത്വം, ഇവയെല്ലാം സ്ത്രീ സമൂഹം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക്, ഇത്തരം വിഷയങ്ങൾക്കൊക്കെ പരിഹാരം തേടുന്നതിനായിട്ട് രാജ്യത്ത് നിരവധി പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഒന്ന് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. 1990കളിൽ ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ ഉയർന്നു വന്ന സ്ത്രീ മുന്നേറ്റ പ്രസ്ഥാനമാണ് ചാരായ വിരുദ്ധ പ്രസ്ഥാനം. ആയിരക്കണക്കിന് സ്ത്രീകൾ അണിചേർന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണിത്. പിന്നീട് അത് സംസ്ഥാനമാകെ വ്യാപിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഇനി ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് പ്രാദേശികമായി നിർമ്മിച്ച് വിതരണം ചെയ്തിരുന്ന ലഹരി പാനീയമായിരുന്നു ചാര എന്ന് പറയുന്നത്. ലഹരിയുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം സമൂഹത്തിൽ അന്തഛിദ്രം സൃഷ്ടിക്കുകയും യുവാക്കളുടെ മാനസിക ശാരീരിക നില തകരാറിലാക്കുകയും ചെയ്തു. ഇത് ആ ഒരു ഗ്രാമത്തിന്റെ തന്നെ സാമ്പത്തിക അടിത്തറ തകർക്കുന്നതിനും തുടർന്ന് ഈ പറഞ്ഞ സാമൂഹികമായിട്ടുള്ള സ്ത്രീകൾ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തു. ഗാർഹിക പീഡനം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ദാരിദ്ര്യം തുടങ്ങിയവയ്ക്കൊക്കെ കാരണമായി. ഇങ്ങനെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമം, പൊതു ഇടങ്ങളിലെ അതിക്രമങ്ങൾ, ലിംഗവിവേചനം തുടങ്ങിയ വിവിധ പ്രശ്നങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന പ്രക്ഷോഭമായിട്ട് ഈ ഒരു ചാരായ വിരുദ്ധ പ്രക്ഷോഭം വളർന്നു എന്നുള്ളതാണ്. ഇത് സമൂഹത്തിൽ ലഹരിക്കെതിരെയും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും സാമൂഹിക അവബോധം സൃഷ്ടിക്കുന്നതിന് സഹായിക്കുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. ഇത് 1992 ഹൈദരാബാദിലുണ്ടായ ചാരായ വിരുദ്ധ സമരത്തിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ്. അങ്ങനെ ഈ ഒരു പ്രസ്ഥാനം, ചാരായ വിരുദ്ധ പ്രസ്ഥാനം വഴി സമൂഹത്തിൽ ലഹരിക്കെതിരെയും സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും സാമൂഹിക അവബോധം സൃഷ്ടിക്കുകയും ചെയ്തു. ഇവിടെ ഇനി അടുത്ത് നൽകിയിട്ടുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ടീച്ചർ, ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ടീച്ചർ പറഞ്ഞു കൊടുക്കുന്നു, ലഹരി എന്നത്, ലഹരിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ലഹരിയുടെ എന്തൊക്കെ ദോഷവശങ്ങളാണ് ഉള്ളത് എന്ന് ടീച്ചർ പറഞ്ഞു കൊടുക്കുകയാണ്. ലഹരി വലിയൊരു വിപത്താണ്. കാഴ്ച കേൾവി വൈകല്യങ്ങൾ, ശാരീരിക പ്രവർത്തനങ്ങളുടെ ഏകോപനമില്ലായ്മ, ദുർഗന്ധമുള്ള ശ്വാസം, മന്ദത തുടങ്ങിയവ ലഹരിയുടെ ഹ്രസ്വകാല ഫലങ്ങളാണ്. ഇതുകൂടാതെ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ, അനാരോഗ്യം, പ്രതിരോധശേഷി കുറവ് തുടങ്ങിയവ ദീർഘകാല ഫലങ്ങളും ലഹരി ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൂടാതെ അമിതമായി ലഹരി ഉപയോഗം മരണത്തിലേക്ക് നയിക്കും. സുരക്ഷിതമല്ലാത്ത ലഹരി ഉപയോഗം
എയ്ഡ്സ്, STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാവുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാമാണ് ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ദോഷവശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചത് സ്ത്രീ മുന്നേറ്റങ്ങളെ കുറിച്ചാണ്. സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളിവിടെ മനസ്സിലാക്കി. സ്ത്രീകളുടെ അവകാശങ്ങൾക്കായിട്ട് നിരവധി പ്രസ്ഥാനങ്ങൾ രാജ്യത്ത് ഉദയം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് 1990കളിൽ ആന്ധ്രാപ്രദേശിൽ രൂപം കൊണ്ടിട്ടുള്ള ചാരായ വിരുദ്ധ പ്രസ്ഥാനം. 2012 ഡൽഹിയിൽ ഉയർന്നു വന്നിട്ടുള്ള നിർഭയ പ്രസ്ഥാനവും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട മറ്റൊരു സ്ത്രീ മുന്നേറ്റമായി നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അടുത്തത് നിർഭയ പ്രസ്ഥാനമാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് നിർഭയ പ്രസ്ഥാനം? നമുക്കറിയാവുന്നതാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ ഡൽഹിയിൽ രൂപപ്പെട്ടിട്ടുള്ള ബഹുജന മുന്നേറ്റമാണ് നിർഭയ പ്രസ്ഥാനം. 2012 ഡൽഹി നഗരത്തിൽ വെച്ച് ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായി കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഈ ഒരു സംഭവം രാജ്യവ്യാപകമായി വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കി. ഈ പ്രക്ഷോഭമാണ് നിർഭയ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ളത്. ഈ സാഹചര്യമെല്ലാം നമുക്ക് അറിയാവുന്നതാണ്, അല്ലെ? സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, അത്തരം കേസുകളിൽ നിയമ നടപടികൾ വേഗത്തിലാക്കുക, മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു ഈ ഒരു നിർഭയ പ്രസ്ഥാനം ഉയർത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടി സ്വീകരിക്കുക, ഇത്തരം കേസുകളിലൊക്കെ നിയമ നടപടികൾ വേഗത്തിലാക്കുക, മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പു നൽകുക, ഇവയെല്ലാമായിരുന്നു ഈ ഒരു പ്രസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തെ തുടർന്ന് ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013, അതായത് നിർഭയ നിയമം, ലൈംഗിക അതിക്രമ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ടുള്ള അതിവേഗ കോടതികൾ, ഫാസ്റ്റ് ട്രാക്ക് കോർട്സ് എന്നിവയൊക്കെ നിലവിൽ വരികയാണ് ഉണ്ടായത്. ഇത്തരം മാറ്റങ്ങൾ ഈ ഒരു പ്രസ്ഥാനം മൂലം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. ഇന്ത്യൻ ക്രിമിനൽ നിയമ ഭേദഗതി നിയമം 2013, നിർഭയ നിയമം എന്നതും ലൈംഗിക അതിക്രമങ്ങൾ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായിട്ടൊരു അതിവേഗ കോടതി, ഫാസ്റ്റ് ട്രാക്ക് കോർട്ടുകൾ, എത്രയും വേഗം നിയമ നടപടികൾ നടപ്പിലാക്കുക എന്നതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം കോർട്ടുകൾ പ്രവർത്തിക്കുന്നത്. ഇവയെല്ലാം നിലവിൽ വന്നിട്ടുള്ളത് ഈ ഒരു നിർഭയ പ്രക്ഷോഭത്തിനെ തുടർന്നാണ്. ഓക്കെ, ഇതാണ് നിർഭയ പ്രസ്ഥാനം. അടുത്തത് മത്സ്യത്തൊഴിലാളികളുടെ മുന്നേറ്റം. നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ ഉപജീവന മാർഗവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായിട്ട് നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ മത്സ്യബന്ധന സമൂഹമാണ് നമ്മുടെ ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ. നമുക്കറിയാം, കിഴക്കും പടിഞ്ഞാറും തീരപ്രദേശങ്ങളിൽ വസിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് തന്നെ മത്സ്യബന്ധനമാണ്. അത്തരത്തിലുള്ള ഇവരുടെ മത്സ്യബന്ധന തൊഴിലാളികളുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നിരവധി മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു. 1980കളുടെ മധ്യത്തോടെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങളിൽ ഒരു മാറ്റം വരുന്നു. അത്തരത്തിലുള്ള മാറ്റം മത്സ്യബന്ധന രംഗത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. ഈ നയങ്ങളിൽ പ്രധാനമായിട്ടും ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയായിരുന്നു പ്രക്ഷോഭങ്ങൾ പ്രധാനമായിട്ടും സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദേശീയ മത്സ്യബന്ധന തൊഴിലാളി സംഘടന, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം NFF എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു പ്രക്ഷോഭങ്ങൾ സംഘടിക്കപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളെയൊക്കെ, കൂട്ടായ്മകളെയൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇത്. ദേശീയ മത്സ്യബന്ധന തൊഴിലാളി സംഘടന, നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം NFF എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രസ്ഥാനം ഇവിടെ ആരംഭിക്കുന്നതിന് പ്രധാന കാരണങ്ങളായി പറഞ്ഞിരുന്നത് ഇന്ത്യയുടെ കടൽ പ്രദേശം വിദേശ കമ്പനികൾക്ക് മത്സ്യബന്ധനത്തിനായി അനുവദിക്കപ്പെട്ടത്, വിദേശ കമ്പനികൾക്ക് ഇന്ത്യൻ തീരത്ത് മത്സ്യബന്ധനത്തിന് ട്രോളിംഗ് ലൈസൻസ് അനുവദിച്ചത് തുടങ്ങിയവയൊക്കെ വലിയ പ്രശ്നമായി പരമ്പരാഗത മത്സ്യബന്ധനയെ അവ ബാധിക്കുകയും ചെയ്തു. പരമ്പരാഗത മത്സ്യബന്ധനയെ തകർക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
നിയമ പോരാട്ടങ്ങളും പ്രത്യക്ഷ സമരങ്ങളുമൊക്കെ അരങ്ങേറി. കടലോര പരിസ്ഥിതി സംരക്ഷണവും ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. കടലോര പരിസ്ഥിതി സംരക്ഷണം എന്നതും ഈ ഒരു NFFന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നായി ഉൾപ്പെടുന്നതായിരുന്നു. കേരളത്തിലെ മത്സ്യബന്ധന തൊഴിലാളികളാണ് NFFന്റെ നേതൃത്വത്തിൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് അവകാശ പോരാട്ടം ശക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിൽ മത്സ്യബന്ധന തൊഴിലാളികളുടെ സംഘടനാ ബോധം ഉണർന്നത് ജനാധിപത്യ സംവിധാനത്തിൽ അവരുടെ പങ്കാളിത്തം വർദ്ധിക്കുന്നതിന് സഹായകമാവുകയാണ് ചെയ്തത്. ഇതാണ് മത്സ്യബന്ധന തൊഴിലാളികളുടെ മുന്നേറ്റങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഇനി പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ, എൻവയോൺമെന്റ്. നമ്മുടെ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ടുണ്ടായ പ്രസ്ഥാനങ്ങളാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ. അശാസ്ത്രീയമായിട്ടുള്ള വികസനം സൃഷ്ടിക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും അതുമൂലമുണ്ടാകുന്ന സാമൂഹിക നീതി നിഷേധത്തിനുമെതിരായിട്ടാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത്. വൻകിട ജലസേചന പദ്ധതികൾ, വ്യവസായങ്ങൾ, ഖനനം, വനനശീകരണം തുടങ്ങിയവ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രസ്ഥാനങ്ങളെയാണ് ഈ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾ പ്രധാനമായിട്ടും അഭിസംബോധന ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു പ്രസ്ഥാനം മൂലം പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം, ജൈവ വൈവിധ്യങ്ങളുടെ സംരക്ഷണം, പരിസ്ഥിതി നയരൂപീകരണം, പാരിസ്ഥിതിക അവബോധം വളർത്തൽ, സുസ്ഥിര വികസനം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ പരിസ്ഥിതി പ്രസ്ഥാനങ്ങൾക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ തലത്തിൽ ശ്രദ്ധ നേടിയ ചില പ്രസ്ഥാനങ്ങൾ, പരിസ്ഥിതി മുന്നേറ്റങ്ങളൊക്കെയാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ഒന്നാമത് ചിപ്കോ പ്രസ്ഥാനം. നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ് സുന്ദർലാൽ ബഹുഗുണ, അല്ലെ? ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ നിന്നും വ്യവസായങ്ങൾക്കായിട്ട് വൻതോതിൽ വൃക്ഷങ്ങൾ മുറിക്കുന്നതിനെ എതിർത്ത ഒരു പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. തദ്ദേശീയ ജനതയ്ക്ക് വനവിഭവങ്ങളിന്മേലുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ഈ ഒരു പ്രസ്ഥാനം നിലകൊണ്ടു. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ത്രീ പങ്കാളിത്തവും നേതൃത്വവും തന്നെയാണ്. ഈ ഒരു ചിപ്കോ മീൻസ് വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുക എന്നതാണ്. ചിപ്കോ പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത് വൃക്ഷങ്ങളെ ആലിംഗനം ചെയ്യുന്ന ഒരു സമര രീതിയിലൂടെയാണ് ഈ ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോയത്. ചിപ്കോ എന്ന ഈ ഒരു വാക്കിന്റെ അർത്ഥം തന്നെ മരത്തെ ആലിംഗനം ചെയ്യുക എന്നതാണ്. ഈ ഒരു പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് സുന്ദർലാൽ ബഹുഗുണ. 1973 ഉത്തരാഖണ്ഡിലെ ചമേലിയിൽ ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ഇന്ത്യൻ പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. വൃക്ഷങ്ങളെയും വനങ്ങളെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഉത്തരാഖണ്ഡിൽ നിലവിൽ വന്ന ഈ ഒരു പ്രസ്ഥാനം, ചിപ്കോ പ്രസ്ഥാനമാണ് ഇന്ത്യൻ പരിസ്ഥിതി പ്രശ്നങ്ങളുടെ മാതാവ് എന്ന് അറിയപ്പെടുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്, എങ്കിലും ഇവ വ്യക്തമായി തന്നെ പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്തത് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗുജറാത്തിലെ നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരായിട്ട് രൂപപ്പെട്ട പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്നത്. നമ്മുടെ ഗുജറാത്തിലെ നർമ്മദ നദിയിലെ സർദാർ സരോവർ പദ്ധതിക്കെതിരായിട്ട് രൂപപ്പെട്ട പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്നത്. നിർമ്മിക്കാൻ ഉപയോഗിച്ച കോൺക്രീറ്റിന്റെ അളവിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഡാം എന്ന് അറിയപ്പെടുന്നത് ഈ ഒരു സർദാർ സരോവർ ഡാം ആണ്. സർദാർ സരോവർ പദ്ധതിക്കെതിരെ പ്രവർത്തിച്ചിരുന്ന സംഘടനയാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ആരാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സ്ഥാപക? മേധാ പട്കർ ആണ്. മേധാ പട്കർ ആണ് നർമ്മദ ബച്ചാവോ ആന്തോളന്റെ നേതാവ് എന്ന് പറയുന്നത്. ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെയും ഈ ഒരു പ്രസ്ഥാനം പ്രവർത്തിച്ചു. തദ്ദേശീയ ജനതയുടെ ജീവനോപാധികൾ സംരക്ഷിക്കുകയും നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലിനും പുനരധിവാസത്തിനും എതിരായിട്ട് നിലകൊള്ളുകയും ചെയ്ത പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ. ഗോത്രവർഗ ജനതയുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രവർത്തിച്ചു. തദ്ദേശീയ ജനതയുടെ ജീവനോപാധികൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിച്ചു. നീതിപൂർവമല്ലാത്ത കുടിയൊഴിപ്പിക്കലിനും പുനരധിവാസത്തിനും എതിരായിട്ട് നിലകൊള്ളുകയും ചെയ്ത പ്രസ്ഥാനമാണ് നർമ്മദ ബച്ചാവോ ആന്തോളൻ.
അടുത്തത് സൈലന്റ് വാലി. സൈലന്റ് വാലിയിലെ നിർദ്ദിഷ്ട ജലവൈദ്യുത പദ്ധതിക്കെതിരായിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു ഇത്. ഇവിടെ മഴക്കാടും ജൈവ വൈവിധ്യങ്ങളും സംരക്ഷിക്കുന്നതിനായിട്ട് ഈ ഒരു പ്രസ്ഥാനം നിലകൊള്ളുകയാണ് ചെയ്തത്. ഈ പ്രക്ഷോഭങ്ങളെല്ലാം തുടർന്ന് സൈലന്റ് വാലി ജലവൈദ്യുത പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. സൈലന്റ് വാലി ദേശീയോദ്യാനമായിട്ട് പിന്നീട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏത് വർഷമാണ് ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് എന്നറിയാമോ? 1984 കേട്ടോ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985. 1985 സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത്. സൈലന്റ് വാലി ദേശീയോദ്യാനം 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം ചെയ്തു. ആരാണ് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? രാജീവ് ഗാന്ധിയാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് നേരത്തെ. ഇപ്പൊ അടുത്തൊന്നും ചോദിച്ചങ്ങനെ കണ്ടിട്ടില്ല, പക്ഷെ ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്. 1984 സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തത് 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, സൈലന്റ് വാലി ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇവ മൂന്നും വളരെ പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രസ്ഥാനങ്ങളാണ്. പരിസ്ഥിതി സംഘടനകളുടെയും മറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളുടെയും ഇടപെടലുകളുടെ ഫലമായിട്ട് നിരവധി പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങളും പാരിസ്ഥിതിക അവകാശങ്ങൾ സംരക്ഷിക്കുന്ന നിയമങ്ങളും സംരക്ഷിത വനപ്രദേശങ്ങളുടെ പ്രഖ്യാപനങ്ങളും ദേശീയ ഉദ്യാനങ്ങളുടെ പ്രഖ്യാപനങ്ങളും എല്ലാം തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം 2002 ജൈവ വൈവിധ്യ നിയമം, 2006 പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനനിവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം. 2006 ഈ ഒരു നിയമം. പട്ടികവർഗക്കാരുടെയും മറ്റ് പരമ്പരാഗത വനവാസികളുടെയും അവകാശങ്ങൾ തിരിച്ചറിയൽ നിയമം. 2013 ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള അവകാശ നിയമം. ഭൂമി ഏറ്റെടുക്കൽ, പുനരധിവാസം എന്നിവയിൽ ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കുമുള്ള നിയമം 2013 വന്നു. ഇവയെല്ലാം തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ടുള്ള സംഘടനകളുടെയും മറ്റു പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഫലമായി രൂപപ്പെട്ട് വന്നിട്ടുള്ളവയാണ്. ഓക്കെ, അപ്പോൾ ഇവയെല്ലാമാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറഞ്ഞ കാര്യങ്ങളോട് ചേർത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ നോട്ടിലും അതുപോലെ പഠനത്തിലും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു സോ മച്ച്.